എല്ലാവർക്കും നമസ്കാരം. നീറ്റ് സ്കോർ കുറവായതുകൊണ്ട് BVSc ആൻഡ് AH എന്ന ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സ് പഠിക്കാൻ കഴിയുമോ എന്നോർത്ത് നിരവധി വിദ്യാർത്ഥികളും പാരൻസും ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ ലോ നീറ്റ് സ്കോറിലും ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ VC അപ്രൂവ്ഡ് വെറ്റിനറി കോളേജുകളിൽ BVSc ആൻഡ് AH കോഴ്സ് പഠിക്കാൻ ഇപ്പോൾ അവസരങ്ങളുണ്ട്. BVSc എന്നത് ഒരു വെറ്റിനറി ഡോക്ടറാകാനുള്ള ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. VCI അതായത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉള്ള കോളേജുകളിൽ നിന്നും ഈ കോഴ്സ് പാസ്സാകുന്നവർക്ക് വെറ്റിനറി ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഒരു മൃഗസ്നേഹിയാണെങ്കിൽ മാത്രം ഈ കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ പെറ്റ് കൾച്ചർ അതിവേഗം വളരുകയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ ഡോഗ്സ്, കാറ്റ്സ് തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവരുടെ എണ്ണം വർഷം തോറും ഏതാണ്ട് 15 മുതൽ 20% വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ BVSc കോഴ്സ് നടത്തുന്ന സർക്കാർ വെറ്റിനറി കോളേജുകൾ വളരെ കുറവാണ്. അതായത് ആകെ 2 വെറ്റിനറി കോളേജുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ കോഴ്സ് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വെറ്റിനറി ഡിഗ്രി കോഴ്സായ BVSc ആൻഡ് AH എന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടാനുള്ള കോമ്പറ്റീഷനും വളരെ വളരെ കൂടുതലാണ്. ഇനി കുറഞ്ഞ നീറ്റ് സ്കോറിൽ BVSc അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കാം. അതെ, തീർച്ചയായും കുറഞ്ഞ സ്കോറിലും BVSc അഡ്മിഷൻ ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട്. കേരളത്തിൽ ഗവൺമെൻറ് വെറ്റിനറി കോളേജിൽ പ്രവേശനം ലഭിക്കാൻ സാധാരണയായി നല്ല നീറ്റ് റാങ്ക് ആവശ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ അലോട്ട്മെൻറ്റുകൾ പരിശോധിക്കുമ്പോൾ കേരള മെഡിക്കൽ റാങ്കിൽ ഏകദേശം 4000 മുതൽ 4600 വരെയുള്ളവർക്കും ഓൾ ഇന്ത്യ റാങ്കിൽ ഏകദേശം 75,000 വരെ ഉള്ളവർക്കും BVSc ആൻഡ് AH അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നീറ്റിൽ കുറഞ്ഞ റാങ്കുള്ള വിദ്യാർത്ഥികൾ നിരാശരാകേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലും തമിഴ്നാട്, കർണാടക, തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BVSc കോഴ്സിന് മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകൾ ഇല്ല എങ്കിലും രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിരവധി വെറ്റിനറി കോളേജുകളിൽ ഈ കോഴ്സിന് മാനേജ്മെൻറ്റ് കോട്ട വഴി ലോ നീറ്റ് സ്കോർ ഉള്ളവർക്കും അഡ്മിഷൻ നേടാവുന്നതാണ്. നോർത്ത് ഇന്ത്യയിലെ ഭൂരിഭാഗം കോളേജുകളിൽ 50% നീറ്റ് സ്കോർ അനുസരിച്ചും 50% മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് എന്ന രീതിയിലുമാണ് BVSc AH കോഴ്സിലേക്കുള്ള പ്രവേശനം നടക്കുന്നത്. ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നീറ്റ് ഇല്ലാതെയും BVSc അഡ്മിഷൻ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റൂൾസ് പ്രകാരം BVSc ആൻഡ് AH കോഴ്സ് അഡ്മിഷന് നീറ്റ് ക്വാളിഫയിങ് മാർക്ക് കമ്പൾസറിയാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നീറ്റ് യോഗ്യത ഇല്ലാതെ പഠിച്ചാൽ പിന്നീട് VCI രജിസ്ട്രേഷൻ, വെറ്റിനറി ഡോക്ടർ ആകാനുള്ള ലൈസൻസ്, സർക്കാർ ജോലി തുടങ്ങിയ കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഗവൺമെൻറ് കോളേജുകളിൽ ഒരു കോഴ്സിനും മാനേജ്മെൻറ്റ് കോട്ട ഇല്ലാത്തതുകൊണ്ട് മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ BVSc കോഴ്സിന് പ്രൈവറ്റ് കോളേജുകളിൽ മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ വെറ്റിനറി കോഴ്സ് പഠിക്കാൻ പോകുന്നവർ ആ സംസ്ഥാനത്തുള്ള സർക്കാർ വെറ്റിനറി സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് കോളേജുകൾ മാത്രം തിരഞ്ഞെടുക്കുക. കാരണം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഇത്തരം കോളേജുകളിൽ പഠിക്കുന്നവർക്ക് VCI രജിസ്ട്രേഷൻ, വെറ്റിനറി ഡോക്ടർ ലൈസൻസ്, ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ പിന്നീട് പ്രയാസം വരാറില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇനി ഇന്നത്തെ കാലത്ത് വെറ്റിനറി ഡോക്ടേഴ്സിനുള്ള ജോലി സാധ്യതകൾ കൂടി നോക്കാം. ഇപ്പോൾ പഠനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് വെറ്റിനറി കോഴ്സാണ്. കേരളത്തിൽ മിക്ക പഞ്ചായത്തുകളിലും സർക്കാർ വെറ്റിനറി ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ ആവശ്യകതയുണ്ട്. അതേസമയം കേരളത്തിൽ ആകെയുള്ള 2 വെറ്റിനറി കോളേജുകളിൽ നിന്ന് ഓരോ വർഷം പുറത്തു വരുന്ന വെറ്റിനറി ഡോക്ടർമാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അതായത് സർക്കാർ മേഖലയിൽ തന്നെ അവസരങ്ങൾ നിരവധിയാണ് വെറ്റിനറി കോഴ്സ് കഴിഞ്ഞവർക്ക്. മാത്രമല്ല ഇതിനോടൊപ്പം സ്വകാര്യ പെറ്റ് ക്ലിനിക്സ്, അനിമൽ ഹോസ്പിറ്റൽസ്, ഡയറി ഫാംസ്, പോൾട്രി ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, റിസർച്ച് സ്ഥാപനങ്ങളിൽ എന്നിവിടങ്ങളിലെല്ലാം നിരവധി അവസരങ്ങളാണ് ഇവർക്കുള്ളത്. കൂടാതെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ സ്വന്തമായി വെറ്റിനറി ക്ലിനിക് ആരംഭിക്കാൻ സാധിക്കും എന്ന ഒരു അഡ്വാൻറ്റേജ് കൂടി വെറ്റിനറി ഡോക്ടേഴ്സിനുണ്ട്. വിദേശത്തും വെറ്റിനറി ഡോക്ടേഴ്സിന് ധാരാളം അവസരങ്ങളുണ്ട്. എന്നാൽ ഓരോ രാജ്യത്തിനും അവരവരുടേതായ ലൈസൻസിങ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണേ. ആ രാജ്യത്തിൻ്റെ ലൈസൻസിങ് നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ വിദേശത്തും വെറ്റിനറി ഡോക്ടേഴ്സിന് ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ വിദേശ സർവകലാശാലയിൽ മാസ്റ്റേഴ്സ് ഇൻ വെറ്റിനറി സയൻസ്, റിസർച്ച് ഓപ്ഷൻസ്, ഹയർ സ്റ്റഡീസിനുള്ള സ്കോളർഷിപ്പ്, ഇങ്ങനെ വേറെയും ഓപ്ഷൻസ് നിരവധിയാണ്. അവസാനമായി പറഞ്ഞാൽ, നീറ്റ് സ്കോർ കുറവാണ് എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വെറ്റിനറി ഡോക്ടറാകുക എന്ന നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നീറ്റ് പാസ് മാർക്ക് എങ്കിലും നേടിയവർ VCL
VCA അതായത് വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവൽ ഉള്ളതും ഏതെങ്കിലും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേഷൻ ഉള്ളതുമായ ഏതെങ്കിലും നല്ല പ്രൈവറ്റ് വെറ്ററിനറി കോളേജ് തിരഞ്ഞെടുത്താൽ ലോ നീറ്റ് സ്കോറിലും BVSc ആൻഡ് AH കോഴ്സ് പഠിക്കാൻ ഇപ്പോൾ അവസരങ്ങളുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് കോളേജിൻ്റെ VCA അപ്രൂവൽ സ്റ്റാറ്റസും അഫിലിയേഷനും നിർബന്ധമായി പരിശോധിക്കണം എന്നതാണ്. BVSc കോഴ്സിനെ കുറിച്ചോ മറ്റ് സംസ്ഥാനങ്ങളിലെ VC അപ്രൂവ്ഡ് വെറ്റിനറി കോളേജുകളിൽ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചോ കൂടാതെ മറ്റ് വിവരങ്ങൾ വെറ്റിനറി കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇത്തരത്തിലുള്ള മെഡിക്കൽ, വെറ്റിനറി, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സസ്, നീറ്റ് അഡ്മിഷൻ അപ്ഡേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളും ഇന്ത്യയിലും വിദേശത്തുമുള്ള ജോലി അവസരങ്ങളും അറിയാനായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.